നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ ഇൻ്റർ മയാമി MLS കോൺഫറൻസ് ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണല്ലോ. ഫൈനലിൽ ആരാണ് എതിരാളികൾ? അല്ല, ഈ ഫൈനൽ തന്നെയാണോ MLS കപ്പ് കിട്ടാനുള്ള ഫൈനൽ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. ഇത് കോൺഫറൻസ് സെമിയാണ് കഴിഞ്ഞത്. ഇനി കോൺഫറൻസ് ഫൈനലാണ്. 2 കോൺഫറൻസ് ഫൈനലുകൾ ഉണ്ടാവും. ആ 2 കോൺഫറൻസ് ഫൈനലുകളിൽ വിജയിച്ചവരാണ് കപ്പ് ഫൈനലിൽ പിന്നെ ഏറ്റുമുട്ടുക. അവിടെയാണ് MLS കപ്പ് കിട്ടുക. അപ്പോൾ പേരൊന്നും കേട്ട് ഞെട്ടണ്ട. ഇതിപ്പോൾ കോൺഫറൻസ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെമി ഫൈനൽ പോലെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ കപ്പ് ഫൈനൽ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ കോൺഫറൻസ് സെമി ഫൈനൽസ്. അതിൽ നമുക്കറിയാമല്ലോ, ഇൻ്റർ മയാമി കളിക്കുന്നത് ഈസ്റ്റേൺ കോൺഫറൻസിലാണ്. ഈസ്റ്റേൺ കോൺഫറൻസിൻ്റെ സെമി ഫൈനലിലാണ് സിൻസിനാറ്റിയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇൻ്റർ മയാമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിലാഡൽഫിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് ന്യൂയോർക്ക് സിറ്റിയും കോൺഫറൻസ് ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. ആ ഫൈനൽ മത്സരം നവംബർ 29 നടക്കും. അത് ജയിച്ചാലാണ് കപ്പ് ഫൈനലിലേക്ക് പോവുക. അപ്പോൾ വെസ്റ്റേൺ കോൺഫറൻസിലും ഇതുപോലെ സെമി ഫൈനൽസൊക്കെ ഉണ്ടല്ലോ. അവിടെ കോൺഫറൻസ് സെമി ഫൈനലിൽ വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെ LAFC നേരിട്ടു. 2-2 സമനില വന്നു. അതിനെ തുടർന്ന് ഷൂട്ടൗട്ടിൽ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് ഇപ്പോൾ കോൺഫറൻസ് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കോൺഫറൻസ് ഫൈനലിൽ അവരുടെ എതിരാളികൾ ആരാണെന്ന് ഇന്ന് നടക്കുന്ന സെമി ഫൈനലിലാണ് മനസ്സിലാക്കാൻ പറ്റുക. സാൻ ഡിയാഗോ FCയും മിന്നസോട്ടയും തമ്മിലാണ് ആ കളി. അപ്പോൾ അതിൽ വിജയിക്കുന്ന ടീമിനെതിരെ വാൻകൂവർ വെസ്റ്റേൺ കോൺഫറൻസിൻ്റെ ഫൈനൽ കളിക്കും. അപ്പോൾ അതിൽ ജയിക്കുന്ന ടീമിനെതിരെ ആയിരിക്കും ലിയോ മെസ്സിയുടെ ഇൻ്റർ മയാമി ഈസ്റ്റേൺ കോൺഫറൻസിൻ്റെ ഫൈനലിൽ ന്യൂയോർക്ക് സിറ്റിയെ തോൽപ്പിക്കുകയാണെങ്കിൽ നേരിടേണ്ടി വരിക. ആ കളി വരിക, അതായത് കപ്പ് ഫൈനൽ വരിക ഡിസംബർ 7 ഡിസംബർ 7 പുലർച്ചെ 1 മണിക്കാണ്. സംഗതി വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ MLS കപ്പിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യം വ്യക്തമാകും. MLS ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ എന്ത് ഫോർമാറ്റ് ഇടോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. MLS ഇങ്ങനെയൊക്കെയാണിടോ. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.